ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് മണക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ സെയിം സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ ചിലർ മൗനമായിരിക്കും, ചിലർ മൗനം കൊണ്ട് പിന്തുണയ്ക്കും, ചിലർ കൂടുതൽ വിഷമമിപ്പിക്കും. അന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് PC ജോർജും ചില പുരോഹിതന്മാരുമായിരുന്നെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളിയാണ്. ഇതിൽ സമാനത കാണുന്നുണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുന്ന ഒരു പ്രവണത മുസ്ലിം സമുദായത്തെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുക എന്നത് ചില നേതാക്കളെങ്കിലും, ചില സമുദായ സംഘടനകളുടെ നേതാക്കളെങ്കിലും അത് നിരന്തരം തുടരുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ഇത്തരം വിമർശങ്ങൾ കടന്ന അധിക്ഷേപങ്ങൾക്കും സമുദായം ഇരയാകുന്ന സമയത്ത് സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കഴിഞ്ഞ സമീപകാലങ്ങളിലുണ്ടായ ചില സംഭവങ്ങളെ മുന്നിൽ വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ ഹലാൽ വിവാദമുണ്ടായി. ഹലാൽ വിവാദത്തിൻ്റെ ആകത്തുക എന്തായിരുന്നു? മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണത്തിൽ തുപ്പുന്നു, മന്ത്രിച്ചൂതുന്നു എന്നത് അതിനെ പെരുപ്പിച്ച് തുപ്പുന്നു എന്നാക്കുന്നു. എല്ലാ ഹോട്ടലുകളിലും മന്ത്രിച്ചൂതുന്നുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇന്നും ഞാൻ കണ്ടു ഒരു ഫേസ്ബുക്ക് പേജിൽ തിരുവനന്തപുരത്തെയും മറ്റ് ചില സ്ഥലങ്ങളിലെയും ഒക്കെ ഹോട്ടലുകളിൽ അതിൻ്റെ സമീപത്തെ മുസ്ലിം പള്ളിയിൽ നിന്നുള്ള ഉസ്താദ് വന്ന് കഫം തുപ്പിവെക്കുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ പരസ്യമായി എഴുതുകയാണ്. നേരത്തെ KR ഇന്ദിര എന്ന് പറയുന്ന സംഘപരിവാർ ഭാഗമായി നിൽക്കുന്ന വ്യക്തി അവർ നടത്തിയ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നടത്തിയ ഒരു പ്രസ്താവന നമ്മൾക്ക് ഓർമ്മയുണ്ട്. മുസ്ലിം സ്ത്രീകൾ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. അവർക്കെതിരെ കേസെടുത്തു. കേസിന്മേൽ എന്ത് നടപടിയുണ്ടായി? അവർ കേരളത്തിൽ പലവട്ടം വന്നുപോയി. പിന്നീട് ഹിന്ദു മഹാസഭ സമ്മേളനത്തിൻ്റെ സമയത്ത് പോലും അവരിവിടെ ഉണ്ടായിരുന്നു, സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അവരെ വിളിക്കാനോ ചോദ്യം ചെയ്യാനോ അവർക്കെതിരായ കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല. പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന ഓർമ്മയുണ്ട്, നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട്. നോക്കൂ, ആ സമയത്ത് പിണറായി വിജയൻ അത് വ്യക്തത വരുത്തുന്നത് വരെയും കേരളത്തിലെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനോനില എന്തായിരുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ലാക്കാക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ വർഗീയ പ്രചാരണങ്ങൾ നടക്കുകയാണ്. ഒരു KSRTC ഡ്രൈവറുടെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വക്കീൽ നടത്തിയ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഹിന്ദുത്വ വക്കീൽ നടത്തിയ പ്രചാരണം നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർക്കുന്നത് ഈ VR അനൂപ് അതിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. ആ കേസിലൊക്കെ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? ആർക്കും വന്ന് മുസ്ലിം സമുദായത്തിനെതിരെ എന്തും പറഞ്ഞു പോകാമെന്ന് സ്തുതിയുണ്ടാകുന്നു. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പ്രതിഷേധം ശക്തമാകുന്ന സമയത്ത് കേവലം ഒരു FIR ഇടുന്നു, അതിന്മേൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു, മുന്നോട്ട് പോകുന്നില്ല. എന്തെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് ഈ സമുദായത്തിന് നേരെ അഴിച്ചുവിട്ടിട്ടുള്ളത്? ഇത് പ്രതിരോധിക്കേണ്ടേ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ വ്യാജ പ്രചാരണങ്ങൾക്ക് ഒരു ഉടമസ്ഥനില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് ഗുണഭോക്താവില്ല എന്ന് കരുതുന്നുണ്ടോ? ഇതിന്റെ ഗുണഭോക്താവ് ഒരേ ഒരു കേന്ദ്രം മാത്രമാണെന്ന് കരുതുന്നുണ്ടോ? വ്യാജ പ്രചാരണങ്ങൾക്ക് ഉടമസ്ഥനുമുണ്ട്, ഗുണഭോക്താവുമുണ്ട്. നോക്കൂ, ഈ വ്യാജ പ്രചാരണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും ആരാണ് ആത്യന്തികമായി ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് എന്നുള്ളതും അതൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നൊരു സംഗതി, തികച്ചും വ്യാജമാണ് എന്ന് വരുന്ന വിഷയങ്ങളിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും അധിക്ഷേപകരമായി ഒരു സമുദായത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കേവലം അതിൽ വ്യക്തത വരുത്തി. ശരി, കേരളത്തിൽ കഴിഞ്ഞ തവണ വെള്ളാപ്പള്ളി നടേശൻ തസ്തികളെക്കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരം വന്നു, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്താണ്? അദ്ദേഹത്തോടുള്ള സമീപനം എന്താണ്? അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയാം. അതേസമയത്ത് SNDP യോഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിൽ, അല്ലെങ്കിൽ ഈഴവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയി, BJPയിലേക്ക് പോയി എന്ന് അഭിമാനത്തോടു കൂടി പറയാനും കഴിയും. എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ തന്നെ പ്രവർത്തകരൊക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഞാൻ ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹത്തിന് ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ പ്രിവിലേജുള്ള മറ്റൊരു സമുദായ നേതാവ് കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളെ നിയമപരമായി കൂടി സർക്കാർ നേരിടണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അത് ആരാവട്ടെ, ഏത് സമുദായത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് സാമുദായികമായ വലിയ ധ്രുവീകരണം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സമുദായ സംഘടനയാണ് കാന്തപുരം AP അബൂക്കർ മുസ്ലിയാറിൻ്റെതാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കാന്തപുരത്തെ പൊക്കി നടന്നിട്ട് എന്തായി? അവർ പോലും വോട്ട് ചെയ്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? കാന്തപുരവും LDFനെ പിന്തുണയ്ക്കരുത് എന്നാണോ? അതല്ല ഈ കാന്തപുരത്തെ പോലുള്ളവരെ LDF പേറരുത് എന്നാണോ?
കേരളത്തിൽ ഞങ്ങൾ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് അത് പിന്തുണ കൊണ്ട് നേട്ടമുണ്ടായോ നഷ്ടമുണ്ടായോ എന്നൊക്കെ ആ പിന്തുണ സ്വീകരിച്ച പാർട്ടികൾ പറയട്ടെ. ഞങ്ങളല്ലല്ലോ അത് വിശദീകരിക്കേണ്ടത്. പാർട്ടികൾ പറയട്ടെ, ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടോ, പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആ പാർട്ടികളാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത്. അതേസമയത്ത് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അത് നിലനിൽക്കുന്ന പോലീസ് സംവിധാനത്തിനകത്ത് അതിന് നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നയം സ്വീകരിക്കുന്നു, ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിനെ നമ്മൾ മറ്റു പല സംഗതികളുമായി കൂട്ടിക്കെട്ടുന്നതിൽ കാര്യമില്ല. രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഒരു ആഭ്യന്തര വകുപ്പിനെ മുന്നിൽ വെച്ചാണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലപാടിന് മുന്നിൽ വെച്ചാണോ നയം സ്വീകരിക്കേണ്ടത്? നോക്കൂ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വ്യാപകമായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ പോലും ആക്രമിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾക്കെതിരെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ ശബ്ദിക്കുന്നുണ്ടോ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അജണ്ടയിലേക്ക് ഇത് വരുന്നുണ്ടോ? നമ്മളിത് ചർച്ച ചെയ്യേണ്ടതല്ലേ? മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അതിസ്വാഭാവികതയായി മാറുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ശരി.